അതോ ഒരു മണ്ടൻ വരാനുള്ള അതിനകത്ത് കൂടുതലുള്ളത്. തീർച്ചയായിട്ടും ഏതോ ഒരു മണ്ടൻ പഠിപ്പിച്ചു കൊടുത്തു. രാഹുൽ ഗാന്ധിയാണ് ഇപ്പം പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മൊത്തവും തിരിച്ചു പറയേണ്ടി വരും. ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിലുള്ള ആ ഫണ്ടിന്റെ തട്ടിപ്പിനി എന്നാ പുറത്തുവിടാൻ പോകുന്നത്? പൊതുജനങ്ങൾക്കറിയാം ആരാണ് ശരിക്കുമുള്ള കള്ളന്മാരെന്നുള്ളത്. സ്വർണം കട്ടവരാരപ്പ. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ എയറിലായ പാരഡി ഗാനം നമ്മളെല്ലാവരും കേട്ടതാണ്. ആരാണ് സ്വർണം കട്ടതെന്നും കട്ട മുതൽ വാങ്ങിയത് ആരാണെന്നും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തത് ആരാണെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പാളിപ്പോയ കനകോലു പാരഡി തന്ത്രത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ആദ്യം അവർ തന്നെ അതിനെക്കുറിച്ചൊരു തീരുമാനം പറയട്ടെ. ആദ്യം അവരുടെ കുടുംബത്തിലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. കയറ്റിയത് ആരാണെന്ന് അവർ പറയണം. പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയണം. ഈ രാഹുലിനും സോണിയാഗാന്ധിക്ക് പിന്നെ കട്ടവനും കൊടുത്തവനും വിറ്റവനും എല്ലാം അവരുടെ കുടുംബത്തിൽ നിന്നുണ്ടല്ലോ. ആദ്യം അവരത് പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം ബാക്കി. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ ഒരു ആരംഭം വന്നിരിക്കുന്നത്. അതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ്. അദ്ദേഹത്തിന് നമുക്ക് ലഭ്യമായ ഫോട്ടോയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കൂടി ഒറ്റ ഫ്രെയിമിൽ വന്ന ഒരേ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അതിനകത്ത് ആദ്യത്തെ വരെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നൊരു കാര്യത്തിന് ഇതുവരെ അവർക്കൊരു വ്യക്തമായ മറുപടി കൊടുക്കാൻ കഴിയാത്തിടത്തോളം കാലം അത് തീർച്ചയായിട്ടും UDF ബാധിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ്റെ തുടക്കമായി രാഹുൽ ഗാന്ധി തന്നെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അവർക്ക് തന്നെ പ്രതീക്ഷിക്കാതിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എടുത്ത് വെച്ച്. അതോ ഒരു മണ്ടൻ വരാനുള്ള അതിനകത്ത് കൂടുതലുള്ളത്. തീർച്ചയായിട്ടും ഏതോ ഒരു മണ്ടൻ പഠിപ്പിച്ചു കൊടുത്തു. ആ മണ്ടത്തരം അദ്ദേഹം അതുപോലെ അവിടെ ഓതിയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി സ്വർണം കട്ടവൻ ആരപ്പാന്ന് പാരഡി പാടി സ്വയം എയറിലാകുന്ന കാഴ്ച നമ്മൾ കണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥി സമൂഹം എന്തിനും പ്രതിഷേധിക്കുകയും ചിന്തിക്കാൻ ബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, രാഹുൽ ഗാന്ധി എടുത്ത ഈ മറുപടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് കട്ടവനും വാങ്ങിയവനും ഇടനിലക്കാരനും ഒക്കെ ഒരേ വീട്ടിലാണുള്ളത്. അപ്പോൾ അത് വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും അതാരാണ് കട്ടതെന്നും വാങ്ങിയതെന്നും വിറ്റതെന്നും എല്ലാം. പോറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ ആരുടെ വീട്ടിലാണ് സന്ദർശിച്ചതെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായി വീട്ടിൽ നിന്ന് അന്വേഷിച്ച് അതിന്റെ വിവരം എടുക്കാവുന്നതാണ്. ചൂരൽമല മുണ്ടക്കൈ വിഷയത്തിലുള്ള ആ ഫണ്ടിന്റെ തട്ടിപ്പിനി എന്നാ പുറത്തുവിടാൻ പോകുന്നത്? അതും ഈ ഇലക്ഷൻ പ്രചരണ പരിപാടിക്ക് വേണ്ടി മാറ്റി വിനിയോഗിച്ച് വെച്ചിരിക്കുന്നതാണോ എന്നുള്ളതിന്റെ ഫണ്ടും കണക്കുകളും കൂടി അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിമർശിക്കുന്നത് കണ്ടു. എന്നാൽ ഞങ്ങൾക്കിവിടെ പറഞ്ഞു വെക്കാനായിട്ടുള്ളത്, ഈ ദുരിതബാധിത മേഖലയിലുള്ള വീടുകളിലുള്ള ആളുകൾക്ക് വരെ വ്യക്തമായ ബോധ്യമുണ്ട്. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 178 വീടുകളുടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ ഇവർ ഈ ഫണ്ട് പിരിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ അവിടെ ഇട്ടിട്ടില്ല. ആദ്യം ആ ഫണ്ട് മുഖേന്റെ കണക്കും കൂടി അവർ പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നേനെ. കാരണം നമുക്കിപ്പോൾ അറിയാമല്ലോ, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞത് സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. സ്വർണം കട്ടവർ തന്നെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സോണിയാഗാന്ധിയാണ് കട്ടത്. കോൺഗ്രസ്സുകാർ തന്നെ കട്ടിട്ട് അവർ തന്നെ കിടന്ന് പാടുന്ന ഒരു രീതിയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരു ട്രോള് സ്വയം ഏറ്റെടുത്ത് വാങ്ങുന്ന പോലെ തോന്നി. സ്വയം വെളിപ്പരാകുന്ന രീതിയാണ് കാണുന്നത്. ഇപ്പം കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ മുതൽ ചെറിയ നേതാക്കൾ വരെ, അണികൾ വരെ പറയുന്നത് നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ ചെന്ന് ഇവിടെ മട്ടർക്കാവ് മണ്ഡലത്തിൽ തന്നെ നട്ടാൽ കുരുക്കാത്ത നുണകളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിനെ തന്നെ ട്രോളുന്ന രീതിക്കായിരുന്നു. മലന്ന് കടന്ന് മുകളിലേക്ക് തുപ്പുന്ന അവസ്ഥയായിരുന്നു. കട്ടവനും കൊണ്ടുപോയനും ഇടനിലക്കാരനും എല്ലാം ഒരേ വീട്ടിലാണ്, ഒരേ ഫ്രെയിമിലാണ് നമ്മൾ കണ്ടത്. അത് സമയം കിട്ടുന്ന പോലെ അമ്മേനോട് ചോദിച്ചാൽ പറഞ്ഞു തരും എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയ കൊള്ളായിരുന്നു. അതൊരു പ്രചരണ തന്ത്രമായിട്ട് അവരെടുത്തേക്കുന്നത്. പക്ഷേ ജനം പൊട്ടന്മാരല്ല, അവർക്ക് മനസ്സിലാക്കാൻ ഉള്ള ബോധമുണ്ട്. സ്വർണം കട്ടത് ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലായി. അമ്മയുടെ കൂടെ സ്വർണം കട്ടവരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സ്വർണം കട്ട ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോഴാരാണ് സ്വർണം കട്ടത്, സ്വർണം കൊണ്ടുപോയി കൊടുത്തത് എവിടെയാണെന്നും ആർക്കാണെന്ന് മനസ്സിലായിട്ടുണ്ട്. VD സതീശൻ്റെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് VD സതീശനും അവരുമൊക്കെ തന്നെയാണ് ഇതിൻ്റെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് സ്വർണം കട്ടത് ആരാണെന്നോ ഒരു കാര്യങ്ങളും അറിഞ്ഞൂടാതെ ആണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഈ പണി വാങ്ങിയിട്ട് പോയത്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഇരുന്ന് തന്നെ പാരഡി ഗാനം പാടി ആഘോഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുറത്ത് ജനങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സത്യം ഏത് കള്ള ഏതെന്ന് നന്നായിട്ട് അറിയാവുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്കറിയാം ഏത് ശരി ഏത് തെറ്റെന്ന്.